السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا وآل كل والصحابة أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഭൗതികവും ആത്മീയവുമായ എന്തൊക്കെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമോ അത് മുഴുവനും നമുക്ക് ലഭിക്കാൻ ആവശ്യമായ ഏറ്റവും എളുപ്പമുള്ള മാർഗത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. റിയാദകളുടെ എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് നാം നല്ല വെടിപ്പുള്ള വൃത്തിയുള്ള മറ്റൊരാളുടെയും ശല്യമോ സംസാരമോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് പ്രത്യേകമായി അതിനുവേണ്ടി നമ്മുടെ ഈ റിയാദ ചൊല്ലി തീർക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തുകയും അവിടെ ബുഹൂറോ മറ്റു സുഗന്ധങ്ങളോ പുകപ്പിച്ചുകൊണ്ട് നാം ഈ എണ്ണം ചൊല്ലി തീർക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാനും ആപത്തുകൾ എന്തു തന്നെയായിരുന്നാലും അതെല്ലാം തട്ടിമാറ്റാനും അതുപോലെ തന്നെ ഭൗതികവും അഭൗതികമായ എന്ത് ലക്ഷ്യമാണോ നാം മുന്നിൽ കാണുന്നത് അത് മുഴുവനും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, എന്നാൽ സാധാരണ റിയാദകളെപ്പോലെ കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്തതുമായ ഒരു റിയാദയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, റിയാദത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ 139 പ്രാവശ്യമോ 313 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ ഏതെങ്കിലും ഒരു എണ്ണം നമ്മുടെ പ്രശ്നത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അത് 3 ദിവസമോ 5 ദിവസമോ 7 ദിവസമോ നാം പതിവായി ചെല്ലുക. ഈ ചെല്ലുന്ന സമയത്ത് സൂറത്ത് ഈ ഫാത്തിഹയോട് കൂടി തന്നെ നാം സ്വലാത്ത് ധാരാളം ചെല്ലുക. സുഗന്ധം അവിടെ ഇങ്ങനെ പുകപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യാം. എന്നാൽ നമ്മുടെ എല്ലാ രംഗത്തും അനുഗ്രഹങ്ങൾ നമുക്ക് വർദ്ധിക്കാനും അതുപോലെ തന്നെ ആഫത്തുകൾ തട്ടിമാറ്റാനും ഇത് സാധിക്കും. മറ്റൊരു രീതിയിൽ ഭൗതികവും അഭൗതികമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ ഫാത്തിഹ 139 പ്രാവശ്യം അതിൻ്റെ മുഅക്കൽ 14 പ്രാവശ്യവും പതിവാക്കുക എന്നുള്ളതാണ്. മുഅക്കലാത്തുകൾ നമുക്ക് കാണാം. ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ആ മുഅക്കലാത്തുകൾ കാണാവുന്നതാണ്. ഫാത്തിഹയുടെ മുഅക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് 139 പ്രാവശ്യം ഫാത്തിഹ പാരായണം ചെയ്യും, 14 പ്രാവശ്യം അതിൻ്റെ മുഅക്കൽ നാം ചൊല്ലുകയും ചെയ്താൽ നമുക്ക് വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് കിട്ടുന്നത്. ഈ മുഅക്കൽ നാം നിരന്തരമായിട്ട് എല്ലാ ദിവസവും 14 പ്രാവശ്യം നാം ചൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലുകയാണെങ്കിൽ അത് ഈമാൻ സലാമത്താകാനും ആവശ്യങ്ങൾ പൂർത്തിയാക്കാനും അതുപോലെ തന്നെ ഭൂമി ലോകത്തും ആകാശലോകത്തുമുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും അവരിൽ നിന്നുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കാൻ വേണ്ടിയും സന്തോഷമുള്ള സ്വപ്നദർശനങ്ങൾ നമുക്ക് കാണാനും ഇതുപോലെ തന്നെ നിരവധി അനുഗ്രഹം റബ്ബിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടാനും അതിശക്തരായ ഇൻസ് ജിന്നുകളെ കീഴ്പ്പെടുത്താനുമെല്ലാം ഇത് ഏറ്റവും ഫലവത്താണ് ഈ മുഅക്കല് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, തൗറാത്തിലും സബൂറിലും ഇഞ്ചീലിലും ഫുർഖാനിൽ അദീമിലും ഇതിന് സമാനമായിട്ടുള്ള രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മുഅക്കല് നമുക്ക് കാണാൻ സാധ്യമല്ല. അത്രയും മഹത്തായതാണ് ഈ ഫാത്തിഹയുടെ മുഅക്കല് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ നമുക്ക് വലിയ അനുഗ്രഹം നൽകുമാറാവട്ടെ. ഈ നമ്മുടെ ഹാർട്ടിൻ്റെയും അതുപോലെ തന്നെ കരളിൻ്റെയും ഇതുപോലുള്ള തലച്ചോറിൻ്റെയും എല്ലാം രോഗങ്ങൾക്ക് എല്ലാം ഇത് വലിയ ഫലമുള്ളതാണ്. ഈ അതത് നാം തീർക്കുക എന്നുള്ളത്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി ജീവിതത്തിൽ വലിയ ഗുണങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് വാരിക്കൂട്ടാൻ ഇത് നമുക്ക് കാരണമാക്കി തരുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.